ജിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് ഞാൻ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ബീഫാണ്. ബീഫിന്റെ കൂടെ ചേനയിട്ട് വയ്ക്കുന്ന ഒരു പരിപാടി. നിങ്ങൾ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ലെങ്കിൽ കാണാം, വെച്ചവർക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതൊക്കെ മുറുക്കി എല്ലാം ശരിയാക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും വരാം. ഓക്കെ. ഞാനിത് നെയ്യൊന്നും കളയണില്ല കേട്ടോ. നെയ്യ് കളയാത്തെന്താ വെച്ച് കഴിഞ്ഞാൽ കഷ്ണിട്ട് വയ്ക്കുന്നതുകൊണ്ടേ, ചേനയിട്ട് വയ്ക്കുന്നതുകൊണ്ട് നെയ്യ് ഉണ്ടാവും, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 3-4 പേര് കൂടി ഇവിടുന്ന് പോയി ഒരു ട്രിപ്പ് പോയി പൊരിച്ചുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല ഈ ബീഫ്. അങ്ങനത്തെ പോണപ്പോൾ ട്രിപ്പൊക്കെ ഇനി ഞാൻ വീഡിയോ ചെയ്ത് ഇടാം. അപ്പോൾ അതൊക്കെ ഒരു രസമായിരിക്കും കാണാൻ. പക്ഷെ അന്ന് ഈ വീഡിയോ ഇങ്ങനെ ഒരാൾ പരിപാടി ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേനെ. അന്നത് ഇതുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത് ഇടായിരുന്നു. ചേന അടിച്ചുപൊളി ചേന. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അതൊക്കെ ചെറുതാക്കി ഇതേപോലെ പീസാക്കി കട്ട് ചെയ്ത് തരും അവർ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്, ലൈസൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കാളയുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, പന്നിയുണ്ട്. ഇതൊക്കെ ഞങ്ങളിങ്ങനെ പോയിട്ട് ഞങ്ങൾ ഫ്രഷായിട്ട് പോയി മേടിക്കാറ് മതി. കടയിൽ നിന്ന് മേടിക്കൽ കുറവാണ്. നമുക്ക് ഫ്രഷ് സാധനം കിട്ടും. അത് അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് മാസങ്ങളോളൊക്കെ ഇരുന്ന് അതിൽ കെമിക്കലൊക്കെ കേടുവരാതിരിക്കാനുള്ള കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറച്ചി വെച്ച് കഴിക്കുന്നത്. അത് വേണ്ട, നല്ല സാധനം കിട്ടുമ്പോൾ നമ്മൾ ഈ വില തന്നെയാവുള്ളൂ കേട്ടോ. നമുക്കൊരു ബീഫിന് പൗണ്ടിന് ഒരു 5 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഇതിനൊക്കെ വില കൊടുക്കണം നമ്മൾ കടയിൽ. നല്ല ഇത് കിട്ടും. നല്ലതെന്ന് പറയാൻ പറ്റില്ല, അത് മാസങ്ങളോളം ഇരുന്നിട്ടുള്ള സാധനം. ഇതൊരു 4.5 റുപ്യ 5 രൂപയ്ക്ക് വരുള്ളൂ പൗണ്ടിന്. അപ്പോൾ അതാണ് ഞങ്ങൾ മേടിച്ച് വെക്കുന്നത്. തന്നെ അടിപൊളി സാധനമാണ്. പിന്നെ ഈ എല്ലൊക്കെ ബാക്കി ഞങ്ങൾ ഈ നെയ്യൊന്നും കളയില്ല. ഇതിൽ ഇത് ചേനയൊക്കെ ഇട്ട് വെക്കണ കാരണേ കണ്ടാ എല്ലൊക്കെ കൂടി ഞങ്ങൾ ഇനി ഒരു കപ്പായിട്ട് ഒരൊറ്റ വെപ്പിട്ട് അത് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. നമ്മുടെ ബീഫ് കഴുകി നമ്മൾ വാര വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാര വെച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. നമുക്ക് തക്കോലം, കരയാമ്പൂവ്, ഏലക്ക, ഉലുവ, കറുകാപ്പട്ട, പെരിഞ്ചീരകം, പിന്നെ ഒരു 3 ചെറിയ കുഞ്ഞുള്ളി, ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, 2 സവാള, ഒരു ചെറുനാരങ്ങ, പിന്നെ നമ്മുടെ ചേന നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഇവിടെ ഉണ്ടാക്കണതാണ്. ചേന വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കണതാണ്. ചെറിയൊരു കൃഷിക്കാരൻ കൂടിയാണ് നമ്മൾ. അപ്പോൾ ചേന, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക്, അങ്ങനെയുള്ള ഐറ്റംസാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യാൻ പോണത് ഇതിൽ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി തിരുമ്മി വയ്ക്കുകയാണ്. അതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത്, സവോള കട്ട് ചെയ്യണം, ചേന കട്ട് ചെയ്യണം, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇച്ചിരി 2 വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമുക്ക് തിരുമ്മി വയ്ക്കാൻ പോകണം. 1-2 സ്പൂൺ തന്നെ പറയാം. നല്ല എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞല്ലോ, എല്ലാറ്റിലും ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതലിടും. അത് നമ്മുടെ ഒരു രീതിയാണ്, നല്ലതാണെന്നുള്ളത് കൊണ്ട്. പിന്നെ 1 സ്പൂണ്, നല്ല 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് കമ്പും ഇതൊക്കെ പൊട്ടിച്ചിട്ട് തിരിഞ്ഞ് ഓക്കെ. അപ്പോൾ ഇനി ഇത് ഒരു
10-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇരുന്നിട്ട് നമുക്ക് അപ്പോഴേക്കും ഞാൻ സവോളയും ഉള്ളിയും ചേനയൊക്കെ കട്ട് ചെയ്യാണ്ട് അതൊക്കെ കട്ട് ചെയ്യട്ടെ. എല്ലാം കട്ടിങ് കഴിഞ്ഞു. ചേന പിന്നെ ഉള്ളി അതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് കുക്കിങ്ങിന് മുന്നേ ആയിട്ട് നമുക്കൊരു ചെറുനാരങ്ങയുടെ പീസ് എടുത്തിട്ട് അതിനും കൂടി ഒന്ന് ആഡ് ചെയ്യണേ. ആഡ് ചെയ്തിട്ട് ആണ് അപ്പോൾ നമ്മൾ അടുപ്പ് ഓൺ ചെയ്യാൻ പോണ്. അപ്പോൾ അടുപ്പ് ഇത് ഹൈയിൽ ഓൺ ചെയ്തു. അതിലേക്ക് ആവശ്യമുള്ള നമ്മൾ വെളിച്ചെണ്ണ, ഞാൻ പറഞ്ഞില്ല ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 കൃത്യമായിട്ടൊരു 3 സ്പൂൺ എണ്ണ മൂത്തു. അപ്പം നമ്മൾ കടുക് ആഡ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും ചെയ്യണ മാതിരി ലാസ്റ്റ് അല്ല ഞാൻ ചെയ്യണത്, ഞാൻ ഫസ്റ്റ് തന്നെ കടുകാണ് പൊട്ടിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞല്ലോ അല്ലേ. കടുക് പൊട്ടി കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ അടുത്ത മസാലയ്ക്ക് കൂടി ഇട്ടിട്ടുള്ളത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. തീ കുറച്ച് വെക്കണം കേട്ടോ. ഞാൻ ആദ്യം ഫുള്ളിലാണ് വെച്ചത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒന്ന് മൂത്തിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും മസാലയൊക്കെ. ഞാനിത് പറയുമ്പോൾ നമ്മുടെ വൈഫ് അവിടെ വന്നിട്ട് ചിരിക്കാണ്, മനസ്സിലായോ? കരിഞ്ഞ് മൂത്ത് വരുന്നത് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മുടെ കുഞ്ഞ ഉള്ളി എന്നിട്ട് അതൊന്ന് മൂക്കുന്നതോട് കൂടിയിട്ട് മസാലയുടെ മണം അടിപൊളിയാണ്. അല്ല എന്നാൽ ഉള്ളി ഒന്ന് മൂത്ത് ചുമന്ന് വരാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മറ്റൊരു സവോള അരിഞ്ഞത് പച്ചമുളക് കൂടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പായിരിക്കും അരിഞ്ഞത്. ഉപ്പ് ഇത് ആവാനുള്ള ഉപ്പ് ഒന്ന് വാടിക്കിട്ടും, വേഗം വാടിക്കിട്ടും. അപ്പം അങ്ങനെയാണ് ഉപ്പ് ഇച്ചിരി ഒരു ഇതും കൂടി ഇതിലേക്ക് ചേർക്കണ്ടായിരുന്നു. അതൊന്നും പറയാൻ ചോദിച്ചിട്ടായിരുന്നു. തക്കാളിയാണ്, ചെറിയൊരു തക്കാളി, ഒരു വലുതൊന്നല്ല, ചെറുത് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി കൂടി അതിലേക്ക് ചേർത്തിട്ട് നോക്കാമെന്ന് അടച്ചു. ഒത്തിരി തക്കാളി ചേർത്ത് പുളി രസം വരും, ഉടഞ്ഞാവണം, അല്ലെങ്കിൽ അത് വേറെ ടേസ്റ്റാവും. അത് വേറെ ടേസ്റ്റിൽ ഞാൻ വേറെ വയ്ക്കാം. നമുക്ക് ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് വേറെ ഒരു വീഡിയോ ചെയ്യാം. ഇത് വളരെ അടിപൊളി മുതലാണ്. ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണിക്കാതിരുന്നതാണ്. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങളെ എത്തിക്കുക എന്നുള്ളത്. ഒന്നും കൂടി മൂടി വയ്ക്കാം. ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ആഡ് ചെയ്യണം. ഇഞ്ചി അത് കഴിഞ്ഞ് വെളുത്തുള്ളി, ഒരു ലീഫ് കറിവേപ്പില. ഇതാദ്യം ആഡ് ചെയ്ത ചെയ്യുന്ന പരിപാടിയുണ്ട്. കണ്ടൊക്കെ പൊട്ടിച്ചത് അതിന് പ്രത്യേകം മണം. ചിലർക്കത് ഇഷ്ടമല്ല, ഇരുണ്ടാത്തവരുണ്ടാട്ടോ. ഞാൻ കാണിച്ചു. അത് നല്ലൊരു ഇതാണ്. നല്ല നല്ല മണം വരുന്നുണ്ട്. വേപ്പിൻ്റെ ഇലയൊക്കെ ചെന്നപ്പോൾ നല്ല മണം. സൂപ്പർ. നമ്മളതായത് എല്ലാം ആഡ് ചെയ്തൊരു 1 മിനിറ്റ് 1.5 മിനിറ്റ് വെക്കേണ്ട ആവശ്യം. അതാണ് വാടി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണം. നേരത്തെ 2 സ്പൂൺ അവിടെ നമ്മൾ ചേർത്തു, ഇറച്ചിയിൽ ചേർത്തു. അപ്പോൾ ഇതിലേക്ക് ഒരൊറ്റ സ്പൂണ് ചേർത്തു. 1 സ്പൂൺ നല്ല സ്പൂൺ ചേർത്തു.
അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ഫുള്ള് സ്പൂണും ഒരു 1/2 സ്പൂൺ. അതുപോലെ കുരുമുളക് പൊടി നേരത്തെ അവിടെ ഒരു സ്പൂൺ ചേർത്തു, ഇവിടെ ഒരു 3/4 സ്പൂൺ ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്, അത് ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട് 1 സ്പൂണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 സ്പൂണ് ചേർക്കുന്നു. ഉണ്ടോ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂക്കണം. അപ്പോൾ നമുക്ക് എണ്ണ പോരാൻ തോന്നുന്നത് 1/2 സ്പൂണ് ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത്ര എണ്ണ മതി. നല്ല ഇതായത്. അപ്പം നമുക്കതൊരു ഗ്രേവി പോലെ ആക്കാം. ഇച്ചിരി തീ കൂട്ടി വയ്ക്കാം കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഗ്രേവി പോലെ ആക്കുകയാണ്. ഗ്രേവി പോലെ ആക്കിയിട്ട് ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് മൂടി വയ്ക്കണം, ഒന്ന് തിള വരാം. എന്നാൽ അതിൻ്റെ വെള്ളവും കൂടി മിക്സാവും. അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചത് ഒക്കെ ഗ്രേവി നല്ല ഗ്രേവി ആയിട്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഏത്? ബീഫ്. നമ്മൾ മുളകൊക്കെ പുരട്ടി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഓക്കെയാണ്. അപ്പോൾ അവനെ ഇനി അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കുക്കറിലൊന്നല്ല വെക്കാം, ഞാനത് എല്ലാം വയ്ക്കും. കുക്കറിൽ വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ വേറെ അല്പം വെള്ളം ആഡ് ചെയ്യും. ബീഫല്ലേ, വേവം വെള്ളം. പാത്രം തന്നെ കഴിഞ്ഞാൽ അതിലത്തെ മുളകും ഇതൊക്കെ കൂടി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. വേണ്ട, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിങ്ങനെ വെള്ളം വരുന്നില്ലേ രാവിലെ അല്ലേ? ബീഫ്, ഈ ബീഫ് കൊതിയന്മാർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വെള്ളം വരും. ബീഫ് കൊതിയന്മാരുണ്ട് കുറേ ആൾക്കാർ, അവർക്കൊക്കെ അടിപൊളിയായി. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയായി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കുക. ബീഫ് ചെറിയ തീയിലിട്ട് വേവണം. ഇനി അടച്ചു വയ്ക്കാൻ പോകണം. ഇനി ബീഫിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങണം. ഇറങ്ങി ആ വെള്ളത്തിൽ ഇറങ്ങിട്ട് വേണം വേവാൻ. അത് വേവുന്നതോടുകൂടി നമ്മളൊരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേന അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഉപ്പൊക്കെ പോരാൻ ഇപ്പം നോക്കണില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ട് ഒരു നോക്കുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മുടെ ബീഫ് തിളച്ചോന്ന് നോക്കാം. നല്ല തിളവൊന്നുമില്ല കേട്ടോ. തിളയ്ക്കുന്നു, തിളവന്നു. ഇനി അടച്ചു വയ്ക്കാം. നമുക്കത് അങ്ങനെ ഇരുന്ന് വേവട്ടെ. ഇത് നല്ല തിള വന്നിട്ട് നല്ല ഒരു പകുതി വേവായിട്ടുണ്ട്. അല്ല, നല്ല തിളയാണ്. നമുക്കിതിലേക്ക് ചേന ആഡ് ചെയ്യാൻ പറ്റും. ചേന ആഡ് ചെയ്യാം. ചേന നമ്മൾ മുക്കി വെച്ച് ചേന അങ്ങനെ ഉപ്പുണ്ടോ നോക്കട്ടെ, ടേസ്റ്റ് നോക്കാം. ആഹാ, സൂപ്പറാ. ഞാൻ ചേന ഇങ്ങനെ കണ്ടു. ഇച്ചിരി വെള്ളം ആഡ് ചെയ്യേണ്ടി. ഇനി ചേനയും ഇതും കൂടി വെന്ത് വരുമ്പോഴേക്കും വെള്ളം വറ്റി കുറുകിപ്പോകും. ചാറുണ്ട് ആവശ്യമുണ്ട്. കറിയായിട്ടാണ്, ചാറ് കറി, ബീഫ് കറി, ബീഫ് ചേന. എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് വീണ്ടും വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷം ഉഷാറൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും.
നല്ലോണം വേവട്ടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾ. ഞാൻ അടുത്ത ആഴ്ച വേറെ വീഡിയോ ഉണ്ട്. വേറെ കിടിലൊരു വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മൾ കാട്ടുപന്നിയെ പിടിച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇടാം. നാട്ടിലല്ല കേട്ടോ, ഇത് അമേരിക്കയിലാണ്. നാട്ടിൽ പോലീസ് കേസൊന്നും എടുക്കരുത്. ഇന്ന് അമേരിക്കയിൽ കുഴപ്പമില്ല. അപ്പം അതിന് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേണം. ഓക്കെ, ഇത് വേവട്ടെ. ഓക്കെ, നമ്മൾ ചേനയൊക്കെ ഇട്ടു, വെന്തു. ചേന വെന്തു എന്ന് നോക്കാം നമുക്ക്. ചേന വെന്തു തന്നെ. അവിടെ കറിയൊക്കെ അടിപൊളി അതിൻ്റെ വെന്തിട്ടുണ്ട്. ഇറച്ചി വെന്തു, ചേന വെന്തു. ഞാൻ ടേസ്റ്റ് നോക്കാം, എന്തായാലും ഉപ്പോ കണ്ടെടുക്കാം. നല്ല സ്മെല്ലാട്ടോ. അമ്മ സൂപ്പർ, അടിപൊളി. ഇനി അടുത്ത പരിപാടി ഒരു ചെറു പരിപാടി കൂടിയാണ്. വേപ്പിൻ്റെ ഇല ഒരല്പം പച്ചവെളിച്ചെണ്ണ അതിങ്ങനെ ഒരല്പം ലാസ്റ്റ് പൊടിക്കുക. എന്നിട്ട് ആ തീയൊന്നും അങ്ങോട്ട് കൂട്ടിക്കുക. അത് നല്ല തിളങ്ങി വന്നാൽ അപ്പോൾ ഓഫ് ചെയ്യും. ബീഫും ചേനയും കറി ഓക്കെയാണ്, റെഡിയായി. അപ്പോൾ അടുത്ത പരിപാടി ഇത് അടുപ്പങ്ങോട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ ഓഫ് ചെയ്തു. ഇത് കണ്ടവരും മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോക്കാരനാണ്, പഴയ ആളൊന്നല്ല, പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിച്ചാലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ.